കന്യാസ്ത്രീ വിഷയത്തിൽ ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ തള്ളി ഇരിങ്ങാലക്കുട രൂപതാ അധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ. സഭയുടെ നിലപാട് പറയേണ്ടത് സഭാധ്യക്ഷന്മാരാണ്. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ സഭയുടെ അഭിപ്രായമല്ല. കന്യാസ്ത്രീകൾക്കെതിരായ കുറ്റപത്രം റദ്ദാക്കി കേസ് പിൻവലിക്കണം. ബജ്രംഗ് ഉൾപ്പെടെയുള്ള മത തീവ്രവാദ സംഘടനകളുടെ പേരിലും ട്രെയിൻ TTEയുടെ പേരിലും കേസെടുക്കണമെന്നും പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. രാവിലെ ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഇടയലേഖനം വായിച്ചിരുന്നു. സിസ്റ്റേഴ്സിന്റെ പേരിലുള്ള കുറ്റപത്രം റദ്ദ് ചെയ്യണം. എന്നീ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള കുറ്റപത്രം റദ്ദ് ചെയ്യുന്നതോടൊപ്പം തന്നെ കേസ് പിൻവലിക്കുകയും വേണമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവരുടെ കാര്യത്തിൽ TT അകാരണമായിട്ട് മത തീവ്രവാദികളെ വിളിച്ചു ചേർത്തവർ അവരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരണം. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടായിരിക്കും. അഭിപ്രായങ്ങളെക്കുറിച്ച് വിലയിരുത്താനോ അതിനെക്കുറിച്ച് വിമർശിക്കാനോ അനുകൂലിക്കാനോ ഞാൻ തയ്യാറല്ല. ഇതിനാൽക്കൂടെ രൂപതയും തയ്യാറല്ല. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ, ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. ക്രൈസ്തവ സഭകളെല്ലാം തന്നെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നു. BJPക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇന്നലെ ഈ ജാമ്യത്തിന് പിന്നാലെ ജോസഫ് പാംപ്ലാനിയുടെ പ്രതികരണം അത് ഏറെ ശ്രദ്ധേയമായതാണ്. കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇപ്പോൾ എന്താണ് ഇരിങ്ങാലക്കുട രൂപതാ അധ്യക്ഷൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്? കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയാണെന്ന് ഇരിങ്ങാലക്കുട രൂപത എന്ന് പറയേണ്ടി വരും. ഇന്ന് രാവിലെ പള്ളികളിൽ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടന്റെ ഇടയലേഖനം വായിച്ചുണ്ടായി. ഈ ഇടയലേഖനത്തിലൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരും കേന്ദ്ര സർക്കാരും എടുത്ത നിലപാട് ശരിയായില്ലെന്നും അവരുടെ അനംഭാവത്തെ വിമർശിക്കുന്ന നിരവധി കാര്യങ്ങളാണ് ഇടയലേഖനങ്ങളിൽ പറയുന്നത്. പിന്നീട് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു അദ്ദേഹം. ഇക്കാര്യത്തിൽ തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. അതിന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരണം. അതുപോലെ തന്നെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയത് ആശ്വാസമല്ലെന്നും ബിഷപ്പ് പറഞ്ഞു. നിബന്ധനകളോടെയാണ് ജാമ്യം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതിഷേധ പരിപാടികളുമായി രൂപത മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അന്യായവും അകാരണവുമാണെന്നും കേസിന്റെ കുറ്റപത്രം റദ്ദാക്കണമെന്നും കേസ് പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. പ്രധാനമായും മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം തലശ്ശേരി അതിരൂപത അധ്യക്ഷന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ നിർണായകമായി എന്നാണ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞത്. ഈ വാദത്തെയും മാർ പോളി കണ്ണൂക്കാടൻ തള്ളുന്ന ഒരു സ്ഥിതിയാണ് കണ്ടത്. സഭയുടെ നിലപാട് പറയേണ്ടത് സഭാ അധ്യക്ഷന്മാരാണെന്നും CBCIയുടെ അധ്യക്ഷൻ പോലുള്ളവർ ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്നും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ സഭയുടെ അഭിപ്രായമായി അല്ല വരേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. സഭയ്ക്ക് നിലപാടുണ്ട്, അത് കക്ഷി രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കുന്നതല്ലെന്നും സഭയുടെ നിലപാട് സഭാധ്യക്ഷന്മാർ വിവരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം BJPയുടെയും അമിത്ഷായുടെയും ഇടപെടൽ ശ്ലാഘിച്ചുകൊണ്ടുള്ള തലശ്ശേരി ബിഷപ്പിന്റെ ഒരു പ്രസ്താവനയിൽ പാംപ്ലാനി ബിഷപ്പിന്റെ പ്രസ്താവനയെ തള്ളുന്ന തരത്തിലാണ് മാർ പോളി കണ്ണൂക്കാടൻ പ്രതികരിച്ചത്. എന്തായാലും സഭകൾ അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പൊതുവെ ഒരു അതൃപ്തി തന്നെയാണ് നിലനിൽക്കുന്നത്, അല്ലേ?